എന്റെ പ്രിയപ്പെട്ട 10ാം ക്ലാസ്സുകാരെ, നമ്മുടെ ഫിസിക്സിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലെൻസും മിററുമായി ബന്ധപ്പെട്ട എല്ലാ ചിത്രങ്ങളും നമ്മൾ പഠിക്കണം. ഇനി അതിനകത്തുനിന്ന് ഒരു ചോദ്യം വന്ന് നിങ്ങൾ ആരും തെറ്റിക്കില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ ഇന്നത്തെ ഈസി ഫിസിക്സ് മെത്തേഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മക്കളെ, മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് നമുക്ക് ഉറപ്പാണ് ലെൻസ് അല്ലെങ്കിൽ മിറർ ഇതിനകത്തുനിന്ന് ഒരു ചിത്രം വരും. 4 മാർക്കിന്റെ ഒരു ചോദ്യമായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങൾ ഇനി വൃത്തിയായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മാക്സിമം എല്ലാവരും കൂടെ തന്നെ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ ചെറിയൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ മക്കളെ. നമ്മളെ ഫിസിക്സിനകത്ത് മൊത്തം 7 ചാപ്റ്ററിൽ നിന്ന് 4 ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷനും ആ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ പ്രോബ്ലം ചെയ്യാമെന്നും അതോടൊപ്പം തന്നെ അതിന്റെ യൂണിറ്റുകളും അടങ്ങുന്ന ഒരു കണ്ടന്റ് വീഡിയോ നമ്മളെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളത് നിർബന്ധമായിട്ടും എത്ര പഠിച്ചിരിക്കുന്ന കുട്ടികളായാലും കുഴപ്പമില്ല, ഒരു തവണ അത് കാണണം. കാരണം എല്ലാ ഏരിയയും നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ഈ ഒരു ചിത്രത്തിലേക്ക് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുക്കണം. മാക്സിമം അങ്ങോട്ട് ശ്രദ്ധിക്കുക. പരീക്ഷ ഒക്കെ ഈസി ആയിരിക്കും മക്കൾ, ഒരു പേടിയും പേടിക്കണ്ട. പകരം എന്ത് ചെയ്യണം, നിങ്ങള് നമ്മളെ ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയട്ടെ. നമ്മളെ ലൈവ് ക്ലാസ്സിനകത്ത് മക്കളെ പരീക്ഷയുടെ തലേന്നുള്ള ലൈവ് മാത്രം കാണാൻ നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിന്ദിയുടെ എക്സാം കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ഫിസിക്സിന്റെ ലൈവ്, പിറ്റേ ദിവസവും ഫിസിക്സിന്റെ ലൈവ്, പിന്നെ പരീക്ഷയുടെ അതിരാവിലെയും ഫിസിക്സിന്റെ ലൈവ് ഉണ്ടായിരിക്കും. ഈ 3 ലൈവുകൾ കാണുന്ന കുട്ടികൾക്ക് പരീക്ഷ വളരെ ഈസി ആയിരിക്കും. കാരണം 3 ലൈവിലും നമ്മൾ വേറെ വേറെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ തലേന്ന് കൊടുത്ത അതേ ചോദ്യം തന്നെ രാവിലെ, അങ്ങനെയല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും മക്കളെ നമ്മളെ ലൈവ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്യാൻസൽ ചെയ്യാൻ പാടില്ല. ഉറപ്പല്ലേ? ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഫിസിക്സ് ഈസി മെത്തേഡിലേക്ക് ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ലെൻസുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഇമേജ് ഫോംഡ് ബൈ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസ് ആണെങ്കിലും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന നിയമങ്ങൾ, ലോസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ആദ്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കും മക്കളെ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കോളൂ. പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് വന്നാൽ അത് ആഫ്റ്റർ റിഫ്രാക്ഷൻ എപ്പോഴും ഏതിലൂടെ മാത്രമേ പോവുള്ളൂ, ഫോക്കസിലൂടെ മാത്രമേ പോവുള്ളൂ. ഒരു ചിത്രം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും 2 നിയമങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ വരയ്ക്കുക. നോക്കൂ, ഒന്നെന്ന് പറഞ്ഞാൽ പാരലായിട്ട് വന്നാൽ ഫോക്കസിലൂടെ പോകുന്നു. അങ്ങനെയെങ്കിൽ ഫോക്കസിലൂടെ വന്നാൽ എങ്ങനെയും പോകും, പാരലായിട്ട് പോകും, നിങ്ങൾക്കറിയാം. ഇനി പ്രകാശിക കേന്ദ്രം ഒപ്റ്റിക് സെന്ററിലൂടെ ഒരു ലൈറ്റ് വന്നാൽ അതിന് നോ ഡീവിയേഷൻ, യാതൊരു വ്യതിയാനവും ഇല്ല എന്ന് ഓർത്തു വെക്കണം. ഇതേപോലെ തന്നെ കോൺകേവിൽ നോക്ക്, പാരലായിട്ട് വന്നാൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് ചെയ്യുന്നു, ഡൈവേർജ് ഫ്രം എ പോയിന്റ്, ഒരു പോയിന്റിൽ നിന്ന് അകന്നു പോകുന്നതായി തോന്നുന്നു. അതുകൊണ്ട് ഫോക്കസ് ഈ ഭാഗത്താണ് വരിക. ഇനി ഫോക്കസിലേക്ക് വന്നാലോ പാരലായിട്ട് പോകുന്നു. ഈ ഒരു ഐഡിയ നിങ്ങളെ മനസ്സിലാണോ? ഇനി ഒപ്റ്റിക് സെന്ററിലൂടെ പ്രകാശിക കേന്ദ്രത്തിലൂടെ ലൈറ്റ് വന്നാൽ അതിനെന്ത് സംഭവിക്കുന്നില്ല, ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. അതന്നെ, ഡീവിയേഷൻ സംഭവിക്കുന്നില്ല, അപവർത്തനം സംഭവിക്കുന്നില്ല. അപ്പൊ ഈ കാര്യം ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ മക്കളെ, നമ്മൾ ഏത് ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു നിയമത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ചിത്രത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, വസ്തു എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അനന്തതയിൽ വളരെ അകലെയാണ് വസ്തു. വളരെ അകലെ ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ വസ്തുവിനെ വെക്കേണ്ട ആവശ്യമില്ല. പകരം പാരലായിട്ട് ഇങ്ങനെ ലൈറ്റ് വരുന്നു. ഒരു വസ്തു വളരെ അകലെയാണെങ്കിൽ അതിനർത്ഥം എന്താണ്, ദൂരെ നിന്ന് ലൈറ്റ് ഇങ്ങനെ വരിക. അതുകൊണ്ട് ഇത് പാരലായിട്ട്, പ്രിൻസിപ്പൽ ആക്സിസ് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടായിരിക്കും വരിക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കറക്റ്റ് ഒരു പോയിന്റിൽ കൂടിച്ചേരുന്നു. ഈ പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആ ഒരു കുഞ്ഞു പോയിന്റിൽ ഇമേജ് ഫോം ചെയ്യുമ്പോൾ പ്രതിബിംബ രൂപപ്പെടുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ചെറുതായിട്ടല്ലേ കാണുള്ളൂ. അത് അത്ര ക്ലിയർ ആയിട്ട് കണ്ടോളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഈ ആദ്യത്തെ ഈ ഒരു 3 പോയിന്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇമേജ് എപ്പോഴും റിയൽ ആയിരിക്കും, ചെറുതായിരിക്കും, യഥാർത്ഥമായിരിക്കും. ഇൻവേർട്ട് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും, ചെറുതായിരിക്കും. അല്ലെ, ഇൻവേർട്ട് എന്ന് പറഞ്ഞാൽ തല കീഴായിരിക്കും. അപ്പൊ യഥാർത്ഥം ചെറുത്, തല കീഴായി. അല്ലെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എപ്പോഴും ഓരോ ചിത്രത്തിനകത്ത് ഇങ്ങനെ പോയിന്റുകൾ എഴുതാനും പറയും, അത് നമുക്ക് കണ്ടെത്താൻ പറ്റണം. അപ്പൊ ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ചിത്രങ്ങൾ തൊട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ടെത്താൻ പറ്റും. നോക്കൂ, കണ്ടില്ലേ, ഒരാൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. അല്ലെ, ഞാൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്ക്, ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് ഈ ഒബ്ജക്റ്റ് നമുക്ക് ഇങ്ങനെ എവിടെയും കൊണ്ടേക്കാം. അപ്പൊ ഇപ്പൊ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് എന്താ നമ്മളിവിടെ എഴുതിയില്ല, ബിയോണ്ട് 2F എന്ന് പറഞ്ഞ വസ്തു എന്താണ്, 2F അപ്പുറത്താണ്. ചിത്രത്തിൽ കണ്ട 2F ഇതാണ്. ഈ 2F അപ്പുറത്താണ് വസ്തു നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 2 നിയമങ്ങൾ ഉണ്ടല്ലോ, ഏതാണ് ആ നിയമം ഒന്ന് പറഞ്ഞ, ഏതാണ്? ഇല്ല,
ദാ ഈ വസ്തുവിനെ നമ്മളൊരു ആരോ മാർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, അത് തല കീഴാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുക, കണ്ടില്ലേ? ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ, വസ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുക്കും, അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് പാരലായിട്ട് വന്നു, അത് ഫോക്കസിലൂടെ പോയി. പിന്നെ ഒപ്റ്റിക് സെന്ററിലൂടെ വന്നാൽ നേരെ വരയ്ക്കണം. ഈ രണ്ട് ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യുക, കൂടിച്ചേരുന്ന ഭാഗത്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് കിട്ടുക. ആ ഇമേജ് എങ്ങനെയായിരിക്കും? തല കീഴായതാണ്, ഇൻവേർട്ട് ആണ്, അതുകൊണ്ട് അത് റിയൽ ആണ്, യഥാർത്ഥമാണ്. ഇനി വസ്തുവിനേക്കാൾ ചെറുത് അല്ലെ, സ്മോളർ ദാൻ ഒബ്ജക്റ്റ്, വസ്തുവിനേക്കാൾ എന്തായിരിക്കും? ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് പ്രതിബിംബം കിട്ടുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് 2F അല്ലെ. ഈ എഫിനും അതേപോലെ തന്നെ 2Fന്റെയും ഇടയിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രതിബിംബം കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ഇങ്ങനെ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പോയിന്റുകൾ എഴുതാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് എന്ത് എഴുതാം? റിയൽ ഇമേജ് എന്ന് എഴുതാം. രണ്ടാമത്തെ പോയിന്റ് എന്ത് എഴുതാം? പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെ വെച്ച്? ബിറ്റ്വീൻ എന്താണ്? 2F and F അല്ലെങ്കിൽ F and 2F അല്ലെ. 2Fനും Fനും ഇടയിലായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ സ്മോൾ ആണ്, ഇൻവേർട്ട് ആണ്, ചെറുതാണ്, തല കീഴായതാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മക്കൾ. സിമ്പിൾ അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു ചിത്രം വന്നാൽ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല മക്കളെ. ഈ ഒരു വീഡിയോ എത്ര ലെങ്ത് ഉണ്ടെങ്കിലും നിങ്ങൾ ഇത് ഒരു 1.2 അല്ലെങ്കിൽ 2 ഇട്ടിട്ട് എന്താണ് നിർബന്ധമായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നമുക്ക് പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് കിട്ടുന്ന മാർക്കുകളാണ്. അപ്പൊ ആദ്യത്തെ ഒരു ചിത്രം നിങ്ങൾക്ക് മനസ്സിലായതാ, ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ. അപ്പൊ വസ്തു എന്ന് പറഞ്ഞാൽ ബിയോണ്ട് 2F എന്ന് പറഞ്ഞാൽ അതിന് എപ്പോഴും 2 രശ്മികൾ വരച്ചിട്ടാണ് നമ്മൾ ചിത്രം കംപ്ലീറ്റ് ആക്കുക. പരീക്ഷയ്ക്ക് പകുതി തരും നിങ്ങളോട് കംപ്ലീറ്റ് ആക്കാൻ പറയാം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം, ഉറപ്പാണോ? ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്തത് എന്താണ്? ഇതൊന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കട്ടെ. എന്താണ്? ഒബ്ജക്റ്റ് അറ്റ് 2F, വസ്തുവിന്റെ സ്ഥാനം 2Fൽ, വസ്തുവിന്റെ സ്ഥാനം 2Fലാണ്. അങ്ങനെയെങ്കിൽ പ്രതിബിംബം കിട്ടുന്നതും 2Fൽ തന്നെയാണ്. പ്രതിബിംബം കിട്ടുന്നത് 2Fൽ. അപ്പൊ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെ? ഏറ്റവും മുകൾ ഭാഗത്ത്. ഇപ്പൊ ഒരു ആരോ മാർക്ക് ഇങ്ങനെ കൊടുത്താൽ ഇതിന്റെ മുകൾ ഭാഗത്ത് നിന്നാണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഉണ്ടല്ലേ, എന്റെ തലയുടെ മുകൾ ഭാഗത്ത് നിന്ന് വരച്ചു, ഫോക്കസിലൂടെ പോയി. ഇനി പ്രകാശിക കേന്ദ്രത്തിലൂടെ പോയി, അത് രണ്ടും കൂടിച്ചേരുന്ന ഭാഗത്ത് 2Fൽ തന്നെ നമുക്ക് ഇമേജ് കിട്ടുന്നു. അതുകൊണ്ട് ഇതേ സൈസ് തന്നെ ആയിരിക്കും ഇവിടെയും വരിക. അപ്പൊ ജസ്റ്റ് ഓർത്ത് നോക്കൂ, ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയാണ്? അറ്റ് 2F. വസ്തുവിന്റെ സ്ഥാനം 2Fലാണെങ്കിൽ പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയായിരിക്കും? 2Fൽ. മക്കൾ നിങ്ങൾ ഇത് കാണുന്നില്ലേ? 2F. അങ്ങനെയെങ്കിൽ റിയൽ ആണ്, ഇൻവേർട്ട് ആണ്, സെയിം സൈസ് ആണ്. കണ്ടില്ലേ? യഥാർത്ഥമാണ്, തലകീഴായതാണ്, വസ്തുവിന്റെ അതേ വലിപ്പം. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്ത്? വസ്തുവിന്റെ അതേ വലുപ്പമായിരിക്കും, ഓർത്തു വയ്ക്കുക. ഇത് പഠിക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ നോക്കുക, ഈ മാർക്ക് നിങ്ങൾ കളയാൻ പാടില്ല. ഇനി അടുത്തത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F and 2F. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F and 2F എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 2Fനും Fനും ഇടയിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന വസ്തു ആദ്യം ഇവിടെ ഇരുന്നു, 2Fന് അപ്പുറം, പിന്നെ 2Fലായി. ഇനിയിപ്പോ 2Fനും Fനും ഇടയിൽ അങ്ങനെ വന്നു. അങ്ങനെയെങ്കിൽ ഇതാ വസ്തുവിന്റെ സ്ഥാനം 2Fനും Fനും ഇടയിലാണ്. അപ്പൊ നമുക്ക് നോക്കൂ എങ്ങനെ വരയ്ക്കാം ഒന്ന് പറഞ്ഞ്. ഏറ്റവും മുകൾ ഭാഗത്ത് നേരിട്ട് വരയ്ക്കാം, എന്നിട്ട് എന്ത് ചെയ്യുക? ഫോക്കസിലൂടെ നീട്ടിയത് വരയ്ക്കുക. അങ്ങോട്ട് വരച്ചോളൂ, ഒരു മടിയും കാണിക്കണ്ട. പിന്നെ നേരെ കണ്ണും ചുമ്പി ഇത് കൂടെ അങ്ങോട്ട് വരയ്ക്കുക. നേരെ ഒപ്റ്റിക് സെന്റർ, പ്രകാശിക കേന്ദ്രത്തിലൂടെ നേരെ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക. വരച്ചു കഴിഞ്ഞത് അവിടെ കൂടിച്ചേരുന്ന ഭാഗത്ത് വലിയൊരു ഇമേജ് കിട്ടി. അപ്പൊ ഇവിടെ കിട്ടിയ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ. റിയൽ ആണ്, കറക്റ്റ്. കുറെ കുട്ടികൾ പറയുന്നുണ്ട് റിയൽ ആണ്, കറക്റ്റ്, യഥാർത്ഥമാണ്. പിന്നെ തല കീഴായതാണ്, വളരെ കറക്റ്റ്. വാ, ഇൻവേർട്ട് ആണ് അല്ലെ. ഇനിയോ വളരെ ചെറുതാണോ? അല്ല. എങ്ങനെയായിരിക്കും? ലാർജർ ദാൻ ഒബ്ജക്റ്റ്, വസ്തുവിനേക്കാൾ വളരെ വലുതാണ് അല്ലെ. കണ്ടില്ലേ? തല കീഴായതാണ്, വലുതാണ്, യഥാർത്ഥാണ്. പ്രതിബിംബത്തിന്റെ സ്ഥാനം 2Fന് അപ്പുറത്താണ്, അല്ലെങ്കിൽ പുറകിൽ നിന്നൊക്കെ എഴുതിക്കുക. ഇമേജ് ഫോംഡ് ബിയോണ്ട് 2F എന്ന് എഴുതിക്കുക. റിയൽ, ഇൻവേർട്ട്, ലാർജ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലാർജ് എന്നുള്ളത് കൊടുക്കുക, ലാർജർ ദാൻ ഒബ്ജക്റ്റ്, വസ്തുവിനേക്കാൾ വലുത് അല്ലെ. അങ്ങനെയൊക്കെ എഴുതാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അപ്പൊ ഇത് പഠിച്ചല്ലോ, ഇപ്പൊ തന്നെ പഠിച്ചല്ലോ, ഇനി കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, സെറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് എഫിലാണ് വസ്തുവിന്റെ സ്ഥാനമെങ്കിൽ, രണ്ട് റേ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്നു. എങ്ങനെയാണ്? ഒന്ന് എന്ന് പറഞ്ഞാൽ പാരലായിട്ട് വരുന്നു, അത് ഫോക്കസിലൂടെ പോകുന്നു. പ്രകാശിക കേന്ദ്രത്തിലൂടെ പോയാൽ അതങ്ങനെ പോകുന്നു. ഇത് റെയിൽവേ പാളം പോലെ ഒരിക്കലും കൂടിച്ചേരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് അങ്ങ് അകലെ വളരെ അകലെയാണെന്ന് ഓർത്തു വയ്ക്കുക.
എന്താണ്, വളരെ അകലെയാണെന്ന് ഓർത്തു വയ്ക്കുക. അതുകൊണ്ട് കണ്ടില്ലേ, ഇമേജ് എന്ന് പറഞ്ഞാൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി, അനന്തതയിൽ രൂപപ്പെടുന്നു. അനന്തതയിൽ രൂപപ്പെടുന്നതുകൊണ്ട് നിങ്ങൾ തലകീഴായതാണോ, യഥാർത്ഥമാണോ, മിഥ്യയാണോ, അങ്ങനൊന്നും എഴുതാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി എന്ന് ഓർത്ത് വയ്ക്കുക, അനന്തതയിൽ രൂപപ്പെടുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ വസ്തു എഫിലാണെങ്കിൽ അനന്തതയിൽ രൂപപ്പെടുന്നു, വളരെ ദൂരത്താണെങ്കിൽ പ്രതിബിംബം ഫോക്കസിൽ രൂപപ്പെടുന്നു. അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ടേബിൾ ഒക്കെ ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്ക്, അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കണം. നമുക്ക് അതുകൂടി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്നത് ഈ ചിത്രം വന്നാൽ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ്. മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. ആർക്കും ഒരു കുഴപ്പം ബുദ്ധിമുട്ടും മനപ്രയാസം ഇല്ല എന്ന് വിചാരിക്കുന്നു. സെറ്റ് മാടുതോ. ഓക്കെ. അങ്ങനെയെങ്കിൽ നമ്മളെ ലെൻസിനകത്തെ, കോൺവെക്സ് ലെൻസിനകത്തെ ഏറ്റവും അവസാനത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ വസ്തുവിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ, വസ്തുവിന്റെ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് ആണ്. ലെൻസിനും എഫിനും ഇടയിലാണ് നമ്മളൊരു വസ്തു വെച്ചത്. ഇനി എന്താ ചെയ്യേണ്ടത്, പാരലൽ ആയിട്ട് വരുന്നു, അത് ഫോക്കസിലൂടെ പോകുന്നു. ഒപ്റ്റിക് സെന്ററിലൂടെ വന്നാൽ അങ്ങനത്തെ ഇതിങ്ങനെ അകന്നാണ് പോകുന്നത്. ശ്രദ്ധിച്ചോ എടാ മോനെ, ശ്രദ്ധിച്ചു, ഇവിടെ ഇങ്ങനെ അകന്നാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അറിയോ, ഇതിന് നേരെ ഈ ഡോട്ട് സ്കെയിൽ വെച്ച് ഇങ്ങനെ നേരെ ബാക്കിലേക്ക് ഒരു ഡോട്ട് കൊടുക്കുക. അവിടെ നമുക്ക് വലിയൊരു ഇമേജ് കിട്ടുന്നു. നമ്മൾ ഇതുവരെ വരച്ചതിൽ എല്ലാ ഇമേജും എല്ലാ പ്രതിബിംബങ്ങളും തല കീഴായിരുന്നു, യഥാർത്ഥമായിരുന്നു. ഇവിടെ തല കീഴായതല്ല, വസ്തുവിന്റെ അതേ സൈഡിൽ തന്നെയാണ്. നിങ്ങൾ 2F-നും ഇടയിൽ ഇങ്ങനെ വലുതാക്കി വരയ്ക്കാൻ നിൽക്കണ്ട. ഇവിടെ 2F ഒന്നും അടയാളപ്പെടുത്തണമെന്നില്ല കേട്ടോ. ഇവിടെ 2F ഒന്നും അടയാളപ്പെടുത്തണ്ട. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ 2F-ഉം F-ഉം അടയാളപ്പെടുത്തുന്നുണ്ട്. വസ്തു സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് വെറുതെ ഓർത്ത് വെച്ചാൽ, അങ്ങനെ ഓർത്ത് വെച്ചാൽ ചില കുട്ടിയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സാറേ ടെക്സ്റ്റ് ബുക്കിനകത്ത് 2F-നും F-നും ഇടയിലാണല്ലോ, അതവിടെ പ്രസക്തിയില്ല കേട്ടോ. അപ്പൊ നോക്കി, ഇവിടെ വലിയൊരു ഇമേജ് നമുക്ക് ലഭിക്കുന്നു ഓർത്തേക്കുക. അതുകൊണ്ട് വെർച്വൽ ഇമേജ് ആണ്, അത് മിഥ്യാപ്രതിബിംബാണ്. ഇറക്റ്റ് ആണ്, നിവർന്നതാണ്, ലാർജ് വലുതാണ്, ലാർജർ ദാൻ ഒബ്ജക്റ്റ്. അപ്പൊ ഒരു കോൺവെക്സ് ലെൻസിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ചിത്രങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ അത് പഠിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിർബന്ധമായിട്ടും പഠിച്ചെങ്കിൽ എപ്പോഴും 2 പ്രകാശരശ്മി ഉപയോഗിച്ച് കംപ്ലീറ്റ് ആകും. ഇനി കോൺകേവിനകത്ത് വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും, കോൺകേവിൽ ആകെ ഒറ്റ ചിത്രവും, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കോൺകേവിനകത്ത് ആകെ ഒറ്റ ചിത്രമുള്ളൂ ഓർത്ത് വയ്ക്കുക. എന്താണ്, കോൺകേവ് ലെൻസിനകത്ത് വസ്തുവിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ 2F-ഉം F-ഉം, ഈ 2F-ഉം അടയാളപ്പെടുത്തണ്ട. വസ്തു എപ്പോഴും ലെൻസിന്റെ ഈ ഫ്രണ്ടിലാണ് വെക്കുന്നത്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കണം. എന്താണ്, ഒരു ലൈറ്റിംഗ് ഇങ്ങനെ വന്നു, അതിങ്ങനെ അകന്നു പോവാ ചെയ്യാം. കോൺകേവിന്റെ പ്രത്യേകത അതാണ്. അപ്പൊ അതൊരു പോയിന്റ് അകന്നു പോകുന്നു, അതുകൊണ്ടാണ് ഇവിടെ ഡോട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രകാശിക കേന്ദ്രം ഒപ്റ്റിക് സെന്ററിലേക്ക് നേരെ സ്ട്രേറ്റ് വരയ്ക്കുക. അപ്പൊ ഇത് രണ്ടും കൂടിച്ചേരുന്ന ഭാഗത്താണല്ലേ, അതാ രണ്ടും കൂടിച്ചേരുന്ന ഭാഗത്താണ് ഇമേജ് നമുക്ക് കിട്ടുന്നത്. ആ ഇമേജ് എന്ന് പറഞ്ഞാൽ നിവർന്ന ചെറിയ പ്രതിബിംബമാണ്. അതുകൊണ്ട് മിഥ്യാപ്രതിബിംബം നിവർന്നതാണ്, വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, സ്മോളർ ദാൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് എന്നൊക്കെ പറയാം. സ്മോളർ ദാൻ ഒബ്ജക്റ്റ്, വസ്തുവിനേക്കാൾ ചെറുതാണെന്നൊക്കെ ഓർത്തിരിക്കുക. ഇവിടെയും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണ്ട, ഈ 2F ഇതൊന്നും വെക്കണ്ട. വസ്തു എന്താണ്, ലെൻസിന്റെ മുൻഭാഗത്താണ് വെക്കുക. മക്കൾ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു കോൺവെക്സും കോൺകേവ് ലെൻസിൽ നിങ്ങൾക്ക് പഠിക്കണ്ടേ. ഇതൊന്നും ഒരു ചിത്രം വന്നാൽ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. തെറ്റിക്കോ? ഇല്ല എന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇല്ല സാറേ, ഞങ്ങളിത് തെറ്റിക്കൂല, ഞങ്ങൾ പഠിച്ചു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇമേജ് ഫോംഡ് ഇൻ കോൺകേവ് മിററും കോൺവെക്സ് മിററും നമുക്ക് പഠിക്കണം. ഇനി അടുത്ത് മിററിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ലെൻസ് കഴിഞ്ഞു, ഇനി അടുത്ത് മിററാണ്. മിറർ ഇതിന്ന് രണ്ടും ഏതെങ്കിലും ഒരു ചിത്രമായിരിക്കും വരിക. അപ്പൊ ആ ഒരു കാരണവശാലും നമ്മളെ തെറ്റിക്കാൻ പാടില്ല. മക്കളെ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഞാൻ ഇതിന്റെ മുന്നേ നമ്മളെ സൈലത്തിന്റെ ചാനലിനകത്ത് ടോട്ടൽ ഇക്വേഷനും അതിന്റെ യൂണിറ്റിന്റെ ഒരു കണ്ടന്റ് വീഡിയോ ഇട്ടുണ്ട്. അത് കുറെ ആളുകൾ കണ്ടിട്ടില്ല, നിർബന്ധമായിട്ടും കാണണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇമേജ് ഫോം ചെയ്യും. ഇവിടെയും നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ നിയമങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഒന്നാമത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാല് കോൺകേവ് മിററാണ്, എല്ലാവർക്കും അറിയാം. പാരലൽ ആയിട്ട് വന്നാൽ അത് ഏതിലൂടെ പോകുന്നു, അത് ഫോക്കസിലൂടെ പോകുന്നു. ഏതിലൂടെ പോകുന്നു, ഫോക്കസിലൂടെ പോകുന്നു. ഇതാണ് ഒരു നിയമം. നമ്മൾ ഈ നിയമം ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. പാരലൽ ആയിട്ട് വന്നാൽ ഫോക്കസിലൂടെ പോകും. അങ്ങനെയെങ്കിൽ കോൺവെക്സിൽ പാരലൽ ആയിട്ട് വന്നാൽ എന്താ സംഭവിക്കുക, ഫോക്കസിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് തോന്നുന്നു. ഫോക്കസ് എന്ത് ചെയ്യുന്നു, അകന്നു പോകുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഡോട്ട് ലൈൻ ഇങ്ങനെ കൊടുത്തു. അപ്പൊ പാരലായിട്ട് 2 നിയമങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെയും നമ്മൾ വരയ്ക്കുന്നത്. പാരലായിട്ട് വന്നാൽ ഫോക്കസിലൂടെ, പാരലായിട്ട് വന്നാൽ ഫോക്കസിൽ നിന്ന് അകന്നു. അത് കോൺകേവും കോൺവെക്സും. ഇനി സിയിലൂടെ വന്നാൽ സിയിലൂടെ തന്നെ പോകും. അപ്പൊ ഇവിടെ 2 ആരോ മാർക്ക് കൊടുക്കണം. ഇവിടെ ഒരു ആരോ മാർക്കും ഇവിടെ ഒരു ആരോ മാർക്കും. ഇതേപോലെ തന്നെ കോൺവെക്സിലും ഇവിടെ ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. അപ്പൊ ഈ 2 നിയമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളെല്ലാം, നമുക്ക്
ഏത് നിയമങ്ങൾ ഉപയോഗിച്ചും വരയ്ക്കാം, പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ നിയമങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പൊ നേരത്തെ വരച്ച കണ്ടില്ല, അതേപോലെ തന്നെ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചിത്രത്തിലേക്ക് നടക്കാം. വസ്തു വളരെ അകലെ, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതുന്നില്ല. വസ്തു വളരെ അകലെ എന്ന് ഓർത്തേക്ക്. വസ്തു എങ്ങനെയായിരിക്കും, വളരെ അകലെയാണ് ഓർത്ത് വയ്ക്കുക. വസ്തു വളരെ അകലെയാണ്. അങ്ങനെയെങ്കിൽ എത്തുന്ന സമാന്തരമായിട്ട് ലൈറ്റ് ഇങ്ങനെ വരുന്നു, പാരലായിട്ട് ലൈറ്റ് വരുന്നു. ആഫ്റ്റർ റിഫ്ലക്ഷൻ കൺവേർജ് ടു എ പോയിന്റ്, ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ഫോക്കസ് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഫോക്കസിൽ കൂടിച്ചേരുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു സ്പോട്ടായിട്ട് ചെറിയ ഇമേജ് ആണ് കിട്ടുക. നമ്മൾ നേരത്തെ പഠിച്ച അതേപോലെ തന്നെ മിററിൽ. അപ്പൊ ഇവിടെ നോക്കാം, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്. പൊസിഷൻ ഓഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ TF തന്നെയാണ് വരുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഇമേജ് എന്നാൽ റിയൽ ആണ്, ഇൻവേർട്ട് ആണ്, ഡിമിനിഷ്ഡ് ആണ്. ഡിമിനിഷ്ഡ് ആണ് വളരെ ചെറുത്. അപ്പൊ യഥാർത്ഥം തലകീഴായത് വളരെ ചെറുതാണ്. പ്രതിബിംബത്തിന്റെ സ്ഥാനം F-ലാണ്. അപ്പൊ പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയായിരിക്കും, F-ലാണ് ഓർത്തേക്കുക. പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയാണ്, F-ലാണ് ഓർത്തേക്കുക. അപ്പൊ ആദ്യത്തെ ചിത്രം നമുക്ക് പരീക്ഷയ്ക്ക് അത്ര നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞു എന്നുള്ളൂ. രണ്ടാം ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വസ്തുവിന്റെ സ്ഥാനം C-ക്കപ്പുറം. എന്താ പറയാ, വസ്തുവിന്റെ സ്ഥാനം C-ക്കപ്പുറം, ബിയോണ്ട് C എന്നാണ് പറയാ. ബിയോണ്ട് C എന്നാണ് വസ്തു ഇവിടെയാണ്. അപ്പൊ രണ്ട് നിയമങ്ങൾ ഉപയോഗിക്കുക. ഒന്നാമത്തെ അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരലായിട്ട് സമാന്തരമായിട്ട് വരച്ചു. മിററിൽ തട്ടി അത് റിഫ്ലക്ട് ചെയ്ത് ഫോക്കസിലൂടെ പോയി. രണ്ടാമത്തെ നോക്കിയാൽ സിയിലൂടെ വരച്ചു, അത് അതിലൂടെ തന്നെ പോയി. അപ്പൊ ഇവിടെ രണ്ട് ആരോ മാർക്ക് ഞാൻ കൊടുത്തത് കണ്ടോ. ഈ ആരോ മാർക്ക് കൊടുക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ആരോ മാർക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൂടിച്ചേരുന്ന ഭാഗത്ത്, ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്തു, തല കീഴായിട്ടുള്ള ഒരു ഇമേജ് കിട്ടി. ആ ഇമേജിന്റെ സ്ഥാനം C-ക്കും F-നും ഇടയിലാണ്. പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയാണ്, C-ക്കും F-നും ഇടയിലാണ്. അപ്പൊ അത് ഓർത്ത് വെക്കണം. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്, ബിറ്റ്വീൻ C ആൻഡ് F, C-ക്കും F-നും ഇടയിൽ, യഥാർത്ഥം ചെറുത്, തല കീഴായത്. കണ്ടില്ലേ, ഇതേ ഉള്ളൂ. ഇനി അടുത്തൊരു ചിത്രം എന്ന് പറഞ്ഞാല് വസ്തുവിന്റെ സ്ഥാനം C-യിലാണ്. വസ്തുവിന്റെ സ്ഥാനം C-യിലാണെങ്കിൽ ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തു, അപ്പൊ ഇവിടെ ഒരു ആരോ മാർക്ക്, ഇങ്ങനെ ആവും വരിക. വസ്തുവിന്റെ C ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് പാരലായിട്ട് വരുന്നു ഫോക്കസിലൂടെ, അല്ലെ. ഇനി സിയിലൂടെ വരയ്ക്കുക. സിയിൽ തന്നെ ആയതുകൊണ്ട് സിയിലൂടെ വരയ്ക്കേണ്ട, പകരം എന്ത് ചെയ്യുക, ഫോക്കസിലേക്ക് വരയ്ക്കുന്നു. അപ്പൊ അത് പാരലായിട്ട് പോകുന്നു. ഫോക്കസിലൂടെ വന്നാൽ പാരലായി പോകും, പാരലായിട്ട് വന്നാൽ ഫോക്കസ്. അപ്പൊ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുക, കൂടി ചേരുന്ന ഭാഗത്ത് നമുക്ക് ഇമേജ് കിട്ടുന്നു. ഇനി ചില കുട്ടികൾ വിചാരിക്കും, സാറേ ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ വരച്ചൂടെ. എങ്ങനെ വരച്ചൂടെ, ഇവിടുന്ന് ഇങ്ങനെ പൂളിലേക്ക് വരച്ചു, ഇങ്ങോട്ടും വരച്ചു, ഒരു കുഴപ്പമില്ല, എങ്ങനെയും വരയ്ക്കാം. അപ്പൊ ഇതൊക്കെ പാടെ വരച്ച് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഞാൻ വായിച്ചു കളയട്ടെ. അപ്പൊ നോക്കി എന്ത് ചെയ്യാം, ഇങ്ങനെയും വരയ്ക്കാം. പോളിലേക്ക് വന്നാലും ഇത് അങ്ങോട്ട് തന്നെ വരുള്ളൂ, സമാന്തരമായിട്ട് വന്നാലും ഇത് അങ്ങോട്ട് തന്നെ വരുള്ളൂ, പോളിലേക്ക് വന്നാലും ഇങ്ങോട്ട് തന്നെ വരുള്ളൂ. അപ്പൊ എങ്ങനെയായാലും ഇമേജ് നമുക്ക് വസ്തു സിയിലാണെങ്കിൽ ഓർത്തേക്ക്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, സിയിൽ തന്നെയായിരിക്കും പ്രതിബിംബം കിട്ടുക. അതുകൊണ്ട് തന്നെ മാഗ്നിഫിക്കേഷൻ M=-1 എന്നാണ്. 1 എന്ന് കേട്ടാൽ ഓർത്തു വയ്ക്കുക, രണ്ടും ഒരേ വലുപ്പമാണെന്ന് ഓർത്ത് വയ്ക്കുക. ಓಕೆ, ಸೆಟ್ ಮಾಡೋದು സെറ്റ് ಮಾಡುದು. അങ്ങനെ അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എഴുതാം. പ്രതിബിംബത്തിന്റെ സ്ഥാനം സിയിൽ തന്നെയാണ്. ഇമേജ് ഫോംഡ് അറ്റ് സി ആണ്. യഥാർത്ഥം തലകീഴായത് വസ്തുവിന്റെ അതേ വലുപ്പമാണ്. സെയിം സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഇൻവേർട്ട് ആണ്, റിയൽ ആണ്. ആ കാര്യങ്ങളൊക്കെ ഓർത്തേക്കുക. അത് നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം. നിങ്ങൾ സെറ്റാണ്, നിങ്ങൾ അടിപൊളിയാണ്. അങ്ങനെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിക്ചർ എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ സിക്കും എഫിനും ഇടയിലാണ്. എന്താണ്, പൊസിഷൻ ഓഫ് ഒബ്ജക്ട് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. വസ്തു സിക്കും എഫിനും ഇടയിലാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തുനിന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ മുകൾ ഭാഗത്തുനിന്ന് ഒരു ലൈറ്റ് പാരലായിട്ട് വരുന്നു, ഫോക്കസിലൂടെ പോകുന്നു. ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തൂടെ സിയിലൂടെ വന്നിട്ട് സിയിലൂടെ തന്നെ പോകുന്നു. ഇവിടെ നമുക്ക് വളരെ വലിയൊരു ഇമേജ്. ഞാൻ പറയുന്നു, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഇത് എന്തായാലും പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പ്രതിബിംബത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാല് സിക്ക് അപ്പുറത്ത്, ബിയോണ്ട് സി ആണ്. സിക്ക് അപ്പുറത്താണ് വലിയ പ്രതിബിംബമാണ് കിട്ടുന്നത്. ലാർജർ ദാൻ ഒബ്ജക്ട്, വസ്തുവിനേക്കാൾ വലുതാണ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കണം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചിത്രം. അപ്പൊ അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, ഇമേജ് ഫോംഡ് ബിയോണ്ട് സി, പ്രതിബിംബം സിക്ക് അപ്പുറത്താണ്. ഇനി യഥാർത്ഥം തലകീഴായത് വലുതാണ്. വലുത് എന്നുള്ള നിങ്ങൾക്ക് ലാർജർ ദാൻ ഒബ്ജക്ട് അല്ലെങ്കിൽ ബിഗർ ദാൻ ഒബ്ജക്ട് അങ്ങനെയൊക്കെ എഴുതാം. അതിനൊന്നും കുഴപ്പമില്ല, അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്, ഓർത്തു വെക്കുക മക്കളെ. ഇനി അടുത്തത് കോൺവെക്സിലെ ഒരു ലാസ്റ്റ് പിക്ചറാണ് ഞാൻ പറയുന്നത്. കോൺവെക്സിലെ ലാസ്റ്റ് പിക്ചർ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഈ കോൺവെക്സിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചിത്രങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നോക്കുക, ഇതൊരു കോൺവെക്സ് മിറർ ആണ്. ഈ കോൺവെക്സ് മിററിന്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചു. ഈ ഒബ്ജക്റ്റിന് എത്ര ദൂരത്താണെങ്കിൽ എത്ര അടുത്താണെങ്കിൽ കുഴപ്പമില്ല, ഈ പ്രതിബിംബം എപ്പോഴും നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അപ്പൊ എന്താണ്, പാരലായിട്ട് വരുന്നു, അതിങ്ങനെ അകന്നു പോകുന്നു. അപ്പൊ ഇവിടെ ഒരു ഡോട്ട് ഇങ്ങനെ കൊടുത്തു, എഫ് എന്ന് അകന്നു പോകുന്നു. ഇനി സിയിലേക്ക് വന്നാൽ യാതൊരു ഡീവിയേഷനും സംഭവിക്കില്ല. അതുകൊണ്ട് ഈ ബാക്കിലേക്ക് ആയതുകൊണ്ട് ഡോട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ നോക്കുക, കൂടിച്ചേരുമ്പോൾ അത് ചെറിയൊരു ഇമേജ് കിട്ടുന്നു.
ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ പിക്കും എഫിനും ഇടയിലാണ്, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ മിറർ എന്നൊക്കെ പറയാം, ദർപ്പണത്തിന്റെ പിന്നിലാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇത് ഓർത്തേക്ക്, ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മിറർ എന്ന് പറഞ്ഞാൽ കോൺവെക്സ് മിററാണ്, റിയർ വ്യൂ മിറർ എന്നൊക്കെ പറയും. അവിടെ എപ്പോഴും നമുക്ക് ഇമേജ് കിട്ടുന്നത് ഒരു ഫിക്സഡ് പോയിന്റിലായിരിക്കും, അത് ചെറുതായിരിക്കും, നിവർന്നതായിരിക്കും, അങ്ങനെ അതിനുള്ള ഓർത്തിരിക്കുക. അപ്പൊ അതിന്റെ പ്രത്യേകത, ഇമേജ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ, ദർപ്പണത്തിന്റെ പിന്നിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്, അത് നിവർന്നതാണ്, മിഥ്യയാണ്, വെർച്വലാണ്, ഇറക്റ്റ്. അപ്പൊ നിവർന്നതൊക്കെ എന്താണ്? മിഥ്യയാണ്. തല കീഴായത് കിട്ടിയൊക്കെ ഏതാണ്? യഥാർത്ഥമാണെന്ന് ഓർത്തിരിക്കുക മക്കളെ. അപ്പൊ ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് മക്കൾസ്, എന്റെ പ്രിയപ്പെട്ട 10ാം ക്ലാസ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നമ്മൾ ഈ ഒരു പരീക്ഷയിൽ നമുക്ക് എപ്പോഴും ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യങ്ങൾ വരും. അത് ലെൻസ് ആവാം, മിറർ ആവാം, ഏതായാലും കുഴപ്പമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരൊറ്റ തവണ നിങ്ങളത് കണ്ടാൽ മതി. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളെ മനസ്സിനകത്ത് നിന്നു. ഇനി അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനി വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഒരു കാര്യം കൂടി ആവർത്തിക്കുകയാണ്. എന്താണ് ആ കാര്യം? നമ്മളെ 3 ലൈവുകളാണ് വരുന്നത്. ഈ 3 ലൈവിനകത്തും നമ്മൾ എന്ത് ചെയ്യുന്നു? വ്യത്യസ്ത ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ലൈവ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്യാൻസൽ ചെയ്യരുത്. മാക്സിമം അതിനകത്ത് ജോയിൻ ചെയ്യുക. പല കുട്ടികളും പരീക്ഷ ടെൻഷൻ ആകുക, അല്ലെങ്കിൽ ടഫാവും എന്ന് പറഞ്ഞ മെസ്സേജുകൾ പേഴ്സണലായിട്ട് അയക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, പരീക്ഷ ടൈറ്റ് ആയിരിക്കും. കാരണം എന്താ അറിയോ, നിങ്ങളിപ്പോൾ ഈ ഒരു മോഡൽ എക്സാം എഴുതുമ്പോൾ വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ? അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇതുവരെ കണ്ട അല്ലെങ്കിൽ ഇതുവരെ വന്ന പരീക്ഷ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ശ്രദ്ധിക്കാത്ത ഏരിയയിലൂടെയാണ് ചോദ്യങ്ങൾ വരുന്നത്. നിങ്ങളൊരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, അത് മാത്രം പഠിച്ചു പോകും, അല്ലാത്ത കുറച്ച് ഏരിയയിലൂടെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? 19, 20, 21 ഈ 3 ദിവസങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഗൈസ്, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ ലൈവ് മിസ്സാക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക, എല്ലാവരും എന്ത് ചെയ്യുക, സെറ്റാക്കി വരിക, നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. ഓക്കെ. പിന്നെ വീണ്ടും ഒരു കാര്യം പറയുന്നു, ടോട്ടൽ ഇക്വേഷനൊക്കെ അടങ്ങുന്ന ഒരു കണ്ടന്റ് വീഡിയോ ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിർബന്ധമായിട്ട് കാണും. ഓക്കെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.